സമയമാറ്റത്തിൽ മതസംഘടനകളും മാനേജ്മെന്റ് പ്രതിനിധികളുമായുള്ള ചർച്ചയ്ക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നിലപാട് മയപ്പെടുത്തി വിദ്യാഭ്യാസ വകുപ്പ്. യോഗത്തിലെ നല്ല നിർദ്ദേശങ്ങൾ സർക്കാർ സ്വീകരിക്കുമെന്നും മുൻധാരണയില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് രാവിലെ പറഞ്ഞു. അതേസമയം പുതിയ സമയക്രമം സംബന്ധിച്ച വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ട് സമസ്ത തള്ളിയിട്ടുമുണ്ട്. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ചേരുകയാണ്. ഹാൻസ്, യോഗം നടക്കാൻ ഇനി 2 മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത്. ഇതിലൊരു മയപ്പെടലിന്റെ സ്വരമായിരുന്നു ഇന്ന് രാവിലെ മന്ത്രി വി ശിവൻകുട്ടി പങ്കുവച്ച വാക്കുകളിൽ ഉണ്ടായിരുന്നത്. നല്ല നിർദ്ദേശങ്ങളെയൊക്കെ സർക്കാർ സ്വീകരിക്കാൻ തയ്യാറാണ്, ഒരു മുൻവിധിയൊന്നും ഇക്കാര്യങ്ങളിൽ ഇല്ല എന്നും പറയുന്നു. പക്ഷേ അവൾ അപ്പോഴും പുതിയ സമയക്രമം സംബന്ധിച്ചുള്ള വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് സമസ്ത തള്ളിയ സാഹചര്യവുമുണ്ട്. ചർച്ച പരാജയപ്പെടുമോ അല്ലെങ്കിൽ വിജയിക്കുമോ എന്നുള്ളത് തന്നെയാണ് അവിടെ ചോദ്യമായി നിലനിൽക്കുന്നത്. എന്താണ് ഹാൻസ് പങ്കുവയ്ക്കാൻ കഴിയുന്നത് ഈ അവസരത്തിൽ? തീർച്ചയായും സംഗീത, ഈ ചർച്ച ഒരു സമവായത്തിൽ എത്തുമോ എന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. കാരണം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മന്ത്രി വി ശിവൻകുട്ടി സർക്കാരിൻ്റെ നിലപാട് മയപ്പെടുത്തിയാണ് പ്രതികരിച്ചത്. ചർച്ചയിൽ മുൻധാരണകളില്ല, അതിനോടൊപ്പം തന്നെ ഈ ചർച്ച നടക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇപ്പോൾ ഒരു നെഗറ്റീവ് അഭിപ്രായം പറഞ്ഞുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നവരെ പരിഹസിക്കാൻ താല്പര്യമില്ല. അതിനോടൊപ്പം തന്നെ ചർച്ചയിൽ നല്ല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വന്നാൽ അവ സ്വീകരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് മന്ത്രി വ്യക്തമാക്കിയത്. പക്ഷെ അപ്പോഴും മന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിർദ്ദേശം, നല്ല നിർദ്ദേശം മുന്നോട്ട് വന്നാൽ അതെങ്ങനെ പ്രാവർത്തികമാക്കും എന്നുള്ള കാര്യം ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണെന്നുള്ളൊരു സൂചന കൂടി മന്ത്രി നൽകിയിരുന്നു. കാരണം ഏതെങ്കിലും തരത്തിൽ പുതിയ നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ അത് നിയമപരമായി അത് നടപ്പിലാക്കാൻ നിയമപരമായി ഒരുപാട് തലങ്ങളുണ്ട് അല്ലെങ്കിൽ ഘട്ടങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അത് പ്രാവർത്തികമാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിന് മന്ത്രി കൃത്യമായ മറുപടി തന്നിരുന്നില്ല. പക്ഷെ അതേസമയം സമസ്തയും ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതീക്ഷയിലാണ്. കാരണം അവർ മുൻധാരണയില്ലാതെയാണ് ഈ ചർച്ചയ്ക്ക് എത്തുന്നത്. തങ്ങൾക്ക് അല്ലെങ്കിൽ ഈ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും സ്വീകാര്യമായ നിർദ്ദേശങ്ങൾ മന്ത്രിയുടെ മുന്നോട്ട് അല്ലെങ്കിൽ സർക്കാരിന് മുന്നിലേക്ക് വയ്ക്കും എന്നാണ് പറയുന്നത്. അതിനോട് നടപ്പിലാക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനോട് ആവശ്യപ്പെടും എന്നതടക്കമുള്ള കാര്യങ്ങൾ സമസ്ത ന്യൂസ് മലയാളത്തോട് അല്പസമയം മുമ്പ് വ്യക്തമാക്കിയിരുന്നു. പക്ഷെ അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലടക്കം പുറത്തു വന്ന ഈ വിദഗ്ധ സമിതി റിപ്പോർട്ടും സമസ്ത തള്ളുന്നുണ്ട്. ഒരു പരിധിയിലധികമുള്ള അധ്യാപകരും അതിനോടൊപ്പം തന്നെ രക്ഷിതാക്കളും ഈ സ്കൂൾ സമയമാറ്റത്തെ അനുകൂലിച്ചു എന്നുള്ളതായിരുന്നു ഈ റിപ്പോർട്ട്. പക്ഷേ ആ റിപ്പോർട്ട് സമസ്ത തള്ളിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ 4:30 നടക്കാൻ പോകുന്ന യോഗത്തിൽ എന്ത് സമവായമായിരിക്കും സർക്കാർ മുന്നോട്ട് വയ്ക്കുക? അത് തന്നെയാണ് ഹാൻസ് ഉറ്റുനോക്കുന്നത്. എന്താണെങ്കിലും 4:30 യോഗം നടക്കാനിരിക്കുന്നത്. ഈ ഇന്ന് കണ്ട നിലപാടിലെ മയപ്പെടൽ അത് സമവായത്തിലേക്ക് എത്തിച്ചേരുമോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം.